ഞാൻ രണ്ട് വാക്കുകൾ പറയാം. ഒന്ന് ഫ്രീഡം, മറ്റൊന്ന് ലിബർട്ടി. ഈ വാക്കുകൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിൻ്റെ അർത്ഥവും നമുക്ക് ഏകദേശം അറിയാം. സ്വാതന്ത്ര്യം, ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, ലിബർട്ടി എന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യമാണ്, നമ്മളങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം? ഈ വാക്കുകൾ തമ്മിൽ വ്യത്യാസം ഇതാണ്. ഫ്രീഡം എന്നതൊരു വിശാലമായ അർത്ഥത്തിൽ പറയുന്ന വാക്കാണ്. ഒരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ കീഴിലൊക്കെ വരുന്ന ആളുകളുടെ അവരുടെ സ്വതന്ത്രമായ ചിന്തയും സംസാരവും പ്രവൃത്തിയും അതിനെ അനുവദിക്കുന്ന ഒരു വിശാലമായൊരു ക്യാൻവാസിലാണ് ഫ്രീഡം എന്നൊരു വാക്ക് ഉപയോഗിക്കുക. സ്വാതന്ത്ര്യം, മറ്റ് കെട്ടുപാടുകളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത ഒരു പൊതുവായ ഒരു സ്വാതന്ത്ര്യ സംവിധാനം, ഇതാണ് ഫ്രീഡം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. എന്നാൽ ലിബർട്ടി ഒരല്പം കൂടി കൺസർവേറ്റീവാണ്. ചെറിയ രീതിയിലാണ് ഉപയോഗിക്കുക. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ, ഒരു ഭരണഘടനയുടെ കീഴിൽ നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ കുറച്ചുകൂടി പരിഗണന ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക്, ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ലിബർട്ടി എന്ന് പറയാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ത്യയുടെ കേസിൽ ഇപ്പോൾ സൈന്യത്തിൽ, ആർമിയിലൊക്കെ പുരുഷന്മാർക്ക് താടി വളർത്താനും മുടി വളർത്താനുമുള്ള അനുവാദമില്ല. എന്നാൽ സിഖ് വംശജരായ സർദാർജി, പഞ്ചാബികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് താടി വളർത്തുവാനും മുടി നീട്ടി കെട്ടുവാനും പിന്നെ അവരുടെ തലപ്പാവ് ഉപയോഗിക്കാനും ഒക്കെ ഉള്ള പ്രത്യേകമായ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരു പ്രത്യേക ജനവിഭാഗത്തിന് കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ പരിഗണനയാണ്. അങ്ങനെയുള്ള പരിഗണനയ്ക്ക് ആണ് ലിബർട്ടി എന്ന് പറയുക. അതല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അതിനെ ഫോളോ ചെയ്യാനോ ഉള്ള ഒരു പരിഗണന. അങ്ങനെ ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് ആ പരിഗണന എപ്പോഴും ഭരണഘടനയുടെ നിയന്ത്രണങ്ങൾക്കനുസൃതമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനാണ് ലിബർട്ടി എന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ അർത്ഥമാക്കുക. ഫ്രീഡം പൊതുവിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നിയതമായ ഒരു സ്വാതന്ത്ര്യ സംവിധാനമാണ്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥത്തിൻ്റെ ഏകദേശം ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. ഒരുപോലെ എന്ന അർത്ഥം തോന്നുന്ന രണ്ട് വാക്കുകൾ പലപ്പോഴും നമ്മളുടെ മുന്നിൽ വരാം. ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷ ശുദ്ധമാകും, സംസാരം കൃത്യമാകും. ഇത് നിങ്ങളുടെ ചങ്ങാതിമാർക്കൊക്കെ പകർന്നു കൊടുക്കൂ, എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടോ? സ്പോക്കൺ ഇംഗ്ലീഷ്, അതിനൊരു വഴിയുണ്ട്. ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മൊബൈൽ ആപ്പുണ്ട്, അംഗ്രേസി എന്ന അതിൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ മറുപടി പറയുമ്പോൾ തെറ്റിപ്പോയാൽ അത് തിരുത്തി തരും. പലകുറി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഗമമായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ₹1 ചിലവില്ലാതെ, ആരുടെയും സഹായമില്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ ആപ്പിൻ്റെ പേരാണ് അംഗ്രേസി. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അടുത്ത വാക്കുകളുമായും ഞാൻ വരുന്നത് വരെ ബൈ.